യഥാ സുമേരു പ്രവരോന്നഗാന യഥാണ്ടജാതാം ഗരുഡപ്രധാന യഥാ നരാണാം പ്രവരക്ഷിതീശ സദാ കലാന മിക ചിത്രകൽപ. അതായത് പർവ്വതങ്ങളിൽ സുമേരു പർവ്വതം പോലെയും മനുഷ്യരിൽ രാജാവിനെ പോലെയും പക്ഷികളിൽ ഗരുഡനെ പോലെയും കലകളിൽ ശ്രേഷ്ഠമായ കല ചിത്രകലയാണെന്നാണ് പറയുക. അതിൽ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ചുമർ ചിത്രകലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് ക്ഷേത്രങ്ങളിലൊക്കെ ധാരാളം ചുവർ ചിത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന് കരുതപ്പെടുന്ന നമ്മുടെ കൊടുങ്ങല്ലൂർ ശ്രീ കൃപ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള അങ്ങനെ ഒരു വലിയ സൗഭാഗ്യം, ദേവിയുടെ അനുഗ്രഹവും കാരുണ്യം കിട്ടിയത് കൊണ്ടാണ് എനിക്ക് ഇപ്പൊ ദേവിയുടെ ഉൾപ്പെടെ നമ്മളിപ്പോ ഇവിടെ സപ്തമാതൃക്കൾ, ബ്രാഹ്മി, മഹേശ്വരി, ചാമുണ്ടി, അതുപോലെ അങ്ങനെ സപ്തമാതൃക്കൾ, വീരഭദ്രൻ, ഗണപതി, ഇങ്ങനെ സപ്തമാതൃക്കൾ ഉൾപ്പെടെ ഭഗവതിയുടെ ചിത്രമുണ്ട്. മഹാഗണപതി, അതുപോലെ ഒരു 12ഓളം ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് സാരനോട് പറഞ്ഞ് വഴിപാട്. ചുവർ ചിത്രകലയിൽ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇന്ന് പലരും പഞ്ചവർണ്ണങ്ങളാണ് ചുവർ ചിത്രങ്ങളുടെ പ്രധാനമായിട്ട് പറയുക. 5 വർണ്ണങ്ങളുടെ കലയാണ്. ആ ഇതിൽ തന്നെ ചുവപ്പ്, മഞ്ഞ, പച്ച, നീല, കറുപ്പ്, ഈ പഞ്ചവർണ്ണങ്ങളാണ്. പക്ഷെ ഇന്ന് പലപ്പോഴും ഇതൊരു വിപണിയുടെ ഭാഗമായി മാറിയുണ്ട്. പലരും പല വർണ്ണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഞാനിവിടെ 5 നിറങ്ങളുടെ തന്നെ വിവിധ, ഇപ്പൊ പച്ചയില് ലൈറ്റ് പച്ച, ഡാർക്ക് പച്ച, അങ്ങനെയുള്ള ടോണുകൾ ഉപയോഗിച്ചുള്ള മാക്സിമം അതിനോട് നീതി പുലർത്തി തന്നെയാണ് ഈ ചിത്രങ്ങൾ ആവിഷ്കരിച്ചത്. നമ്മളെ സപ്തമാതൃക്കൾ ഉൾപ്പെടെ ധ്യാന ശ്ലോകങ്ങൾ ബേസ് കാണിപ്പയ്യൂർ ശങ്കര നമ്പൂതിരിപ്പാട് എഴുതിയ സംസ്കൃത ധ്യാന ശ്ലോകത്തിൽ മലയാള വ്യാഖ്യാനമാണ് ഞാൻ. അതിൻ്റെ ഏകദേശം ധാരണയിൽ അത് നോക്കി അതിൽ പറയുന്ന ആയുധങ്ങളും അതിൽ വരുന്ന വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ചുവത്തിൽ നമുക്കറിയാം വീരാളിപ്പട്ട്, അതുപോലെ മഷിപ്പൂവ്, മണിമാല, ഇങ്ങനെ കുറച്ച് ഘടകങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ നല്ല മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഇത് ദേവിയുടെ, കൊടുങ്ങല്ലൂരമ്മയുടെ ഒരു മഹാകാരുണ്യം. കാരണം എൻ്റെ ചുവർ ചിത്രകലയിൽ എനിക്ക് കിട്ടുന്ന ഒരു അതുപോലെ തന്നെ ഇപ്പോൾ വൈക്കം ക്ഷേത്രത്തിലും, അതുപോലെ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ, പിന്നെ കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരത്തിൽ ഒരു ഫുൾ വർക്ക് ചെയ്യാൻ ഭാഗ്യമുണ്ടായി. കൂത്താട്ടുകുളം ഓണംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ഭഗവതി ക്ഷേത്രത്തിൽ നാലമ്പലത്ത് മൊത്തം ചെയ്തേക്കണം. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മൊത്തം വർക്കുകളും ചെയ്യാൻ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഏതാണ്ട് മെനക്കെട്ടുള്ളൊരു വർക്കായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ വേറെ സമയമോ കാര്യങ്ങളോ മാറ്റി, ഇപ്പം ലളിതമായിട്ട് ചിത്രകല ചെയ്യുന്നവരുണ്ടാവും, അധികം ആഭരണങ്ങളോ. പക്ഷെ ഞാൻ പരമാവധി അതിൻ്റെ അലങ്കാരങ്ങൾക്ക് പ്രാധാന്യം നൽകും. ഏതാണ്ട് ഒരു 2 മാസത്തിൽ കൂടുതൽ, 2 മാസത്തെ ടൈറ്റ് വർക്കാണ്. 2 മാസത്തോളം ടൈറ്റ് വർക്കായിട്ട് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ പൂർത്തീകരിച്ചിട്ടുള്ളത്. കണ്ണിന്റെ ഭാഗത്ത്, അതായത് ക്ഷേത്രങ്ങളിൽ ചിത്രങ്ങൾ വയ്ക്കുമ്പോൾ നേത്രോന്മീലനം, അതായത് കണ്ണ് തെളിയിക്കുമ്പോൾ അതിൽ ജീവചൈതന്യമായി. പിന്നീട് അത് ദേവനാണെങ്കിൽ ദേവിയാണെങ്കിൽ അതിൽ ജീവചൈതന്യം വന്നു എന്നാണ്. അപ്പം ഞാൻ ഇവിടെ വരച്ച ചിത്രങ്ങളൊന്നും നോക്കിയാൽ കണ്ണിൽ ബ്ലാക്ക് ചെയ്തിട്ടില്ല. ബ്ലാക്ക് ആ കണ്ണിന് പറഞ്ഞ് നമ്മൾ ചുവന്ന ഇതാണ് ചെയ്തേക്കാൻ. അത് ക്ഷേത്രത്തിൽ, ഇപ്പം ഭഗവതി ക്ഷേത്രത്തിൽ, കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ അവരുടെ ഒരു സൗകര്യം കൂടി നോക്കി നമ്മൾ നേത്രോന്മീലനം എന്നുള്ള ചടങ്ങോടുകൂടി ആയിട്ടാണ് ആ ചടങ്ങിൻ്റെ തന്നെ പേര് നേത്രോന്മീലനം എന്നാണ്. ചുവർ ചിത്രങ്ങളുടെ കണ്ണ് തെളിയിക്കുക, അതൊരു ചടങ്ങോടുകൂടിയാണിത് പൂർത്തിയായത്.